നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ഇതേപോലെ സെയിം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യുന്ന മെത്തേഡ് ഏകദേശം ഒരേപോലെ ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ പോളിനോമിയൽ എക്സ് ക്യൂബ് പ്ലസ് 10x² പ്ലസ് AX പ്ലസ് ബി ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ x-1 ആസ് വെൽ ആസ് x-2. ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു പോളിനോമിയൽ തന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് രണ്ടും ഫാക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? This polynomial is exactly divisible by x-1 as well as x-2. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മിക്ക സ്റ്റുഡൻസിനും ഡൗട്ടായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയലിനെ x-1 കൊണ്ടും x-2 കൊണ്ടും എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? x-1ഉം x-2ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്നാണ് അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 6 ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 3 ആൻഡ് 2 അല്ലേ. 3 കൊണ്ടും 2 കൊണ്ടും 6നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 3ഉം 2ഉം 6ൻ്റെ ഫാക്ടേഴ്സാണ് അല്ലേ. അപ്പോൾ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്കൊരു നമ്പറിനെ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. x-1ഉം x-2ഉം ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം x-1ഉം x-2ഉം ഫാക്ടേഴ്സ് ആണെന്നാണ് അല്ലേ. അങ്ങനെ ഫാക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഈ പോളിനോമിയലിനെ നമുക്ക് p(x) എന്ന് എടുക്കാം. അപ്പോൾ p(1)ഉം p(2)ഉം 0 ആയിരിക്കും. ഫാക്ടർ ആകുന്നത് എപ്പോഴാണ്? ഇവിടെ x-1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? x = 1. x-2 എന്ന് വെച്ചാലോ x = 2. അതായത് ഇതിനെ 0യോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഈ 1നെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 2വിനെ നമ്മൾ എക്സിന് ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും? ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് രണ്ടും ഫാക്ടേഴ്സ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയലിനെ നമുക്ക് p(x) എന്നും പറഞ്ഞൊന്ന് എഴുതാം. ലെറ്റ് p(x) = x³ പ്ലസ് 10x² പ്ലസ് AX plus B be the given polynomial. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? If p(x) is exactly divisible by x-1 and x-2, then നമുക്ക് എന്ത് പറയാം? Then x-1 and x-2 are factors of p(x). Therefore എന്ത് പറയാം? p(1) is equal to 0 and p(2) is equal to 0. ഇനി നമ്മൾ 1ൻ്റെയും 2ൻ്റെയും വാല്യൂ ഈ p(x)ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? p(1) is equal to 1³ പ്ലസ് എക്സിനെല്ലാം നമ്മൾ 1 എന്ന് കൊടുക്കുന്നു പ്ലസ് a × 1 പ്ലസ് b. അപ്പോൾ p(1) 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതാം? 1³ ദാറ്റ് ഈസ് 1 പ്ലസ് 10 പ്ലസ് a പ്ലസ് b ഈസ് ഈക്വൽ ടു 0. 10 plus 1 is 11. 11 plus a plus b is equal to 0. ഇനി ഞാൻ 11നെ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? a plus b is equal to 11. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടാണ് നമ്മൾ എയും ബിയും കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് p(2) is equal to -11 ആണ്. 11നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -11 ആവും. അടുത്തത് p(2) എന്ത് വരും? 2³ പ്ലസ് 10 × 2² പ്ലസ് a × 2 പ്ലസ് b. അപ്പോൾ p(2) 0 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. 2³ ഈസ് 8 plus 2 square is 4. 4 plus 10,
40 പ്ലസ് 2a പ്ലസ് b ഈസ് ഈക്വൽ ടു 0. 40 plus 8 is 48 plus 2a plus b is equal to 0. 48നെ ഞാൻ RHSലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 2a plus b is equal to negative 48. അപ്പോൾ അടുത്ത ഇക്വേഷനും നമുക്ക് കിട്ടി. 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷനും കൂടെ ഇവിടെ നോക്കിയേ, കോഎഫിഷ്യൻറ്റുകൾ സെയിം ആയിട്ടുള്ള ടേം നോക്കുക. അത് നമുക്ക് ക്യാൻസലായി പോകണം. അപ്പോൾ ഇവിടെ ബിക്ക് കോഎഫിഷ്യൻറ്റ് സെയിം ആണല്ലേ, സെയിം ആയതുകൊണ്ട് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈനും സെയിം ആണ്. അപ്പോൾ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബി എന്ന് പറയുന്ന ടേം അങ്ങ് ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് 2 ഫ്രം 1 നിന്ന് 2 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 2 മെത്തേഡിൽ ചെയ്യാം. ആദ്യം LHSകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക, പിന്നെ RHSകൾ തമ്മിൽ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ എഴുതിയിട്ട് നമുക്ക് സബ്ട്രാക്ഷൻ മെത്തേഡിൽ ചെയ്യാം. അത് ഈ മെത്തേഡ് ഞാൻ അങ്ങനെ കാണിച്ചു തരാമേ. a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -11, 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു -48. നിങ്ങൾ 8th പഠിച്ചിട്ടുള്ളതാണ് ഈ സബ്ട്രാക്ഷന്. ഇവിടെ ബിക്ക് സൈനുകളും സെയിം ആണ്, കോഎഫിഷ്യൻറ്റുകളും സെയിം ആണ്. അപ്പോൾ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ടേം ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ എല്ലാ സൈനുകളും ചേഞ്ച് ആകും. പ്ലസ് ഇവിടെ മൈനസ് ആയിട്ട് മാറും, മൈനസ് പ്ലസ് ആയിട്ട് മാറും. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇക്വേഷൻസ് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ സൈനുകളെല്ലാം ചേഞ്ച് ആകും. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും കൂടി ഇത് ക്യാൻസലായിപ്പോൾ a മൈനസ് 2a ഈസ് -a ഈസ് ഈക്വൽ ടു ഇതെന്തായിട്ട് മാറും? -11 പ്ലസ് 48 37 എന്ന് കിട്ടും. പോസിറ്റീവ് 37. 48 ഈസ് ഗ്രേറ്റർ നമ്പർ. 48 ആണ് വലിയ നമ്പർ. അതിൻ്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് 37 ആണ്. ഇനി നെഗറ്റീവ് a ഈസ് ഈക്വൽ ടു 37. അപ്പോൾ a എന്ത് വരും? a ഈസ് ഈക്വൽ ടു -37 എന്ന് വരും. -a 37 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു -37. ഇനി നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ എയുടെ വാല്യൂവിനെ നമ്മൾ ഈ രണ്ടിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് a ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും? എക്ക് നമ്മൾ എയുടെ വാല്യൂ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ -37 പ്ലസ് ബി ഈസ് ഈക്വൽ ടു -11. b ഈസ് ഈക്വൽ ടു -11. -37 ഇവിടെ വരുമ്പം പ്ലസ് 37 ആയിട്ട് മാറും. b ഈസ് ഈക്വൽ ടു 26. ബിയുടെ വാല്യൂ നമുക്ക് 26 എന്ന് കിട്ടി. അങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ബിയുടെ കോഎഫിഷ്യൻറ്റുകൾ സെയിം ആയതുകൊണ്ട് ബിയെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും പ്ലസ് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻസ് തമ്മിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ബിയുടെ സൈൻ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയിരുന്നേ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തേനെ. മനസ്സിലായല്ലോ? അപ്പോൾ സൈൻ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.